സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 560 രൂപ കൂടി ഇപ്പോൾ 81,600 രൂപയായി ഉയർന്നു. ഗ്രാമിന് 70 രൂപ കൂടി 10,200 രൂപയാണ് ഇന്നത്തെ നിരക്ക്. കൃഷ്ണ ചെറിയാൻ ബിസിനസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണം വില ഇങ്ങനെ മിസൈൽ കുതിക്കുന്ന പോലെ കുതിച്ചാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? പി ജെയിംസ് ഒരു കാര്യം പറഞ്ഞു, അന്തർദേശീയ തലത്തിൽ യുദ്ധസന്നാഹങ്ങളും യുദ്ധമൊക്കെ കൂടുന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് ഒരു സെക്യൂരിറ്റി കോൺഷ്യസ്നസ് കൂടിയിട്ട് സ്വർണത്തിലേക്ക് മൂക്കുകുത്തി വീഴുകയാണെന്നാണ് പിയുടെ കണ്ടെത്തൽ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ജെയിംസ് സാർ പറഞ്ഞതും സത്യമാണ്. കാരണം നമ്മളൊരു ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ച് പറയാനുണ്ടല്ലോ. അതായത് അമേരിക്കയിൽ ഒരു പൂമ്പാറ്റ ചിറകടിച്ചാൽ അത് ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും പ്രളയമുണ്ടാക്കുമെന്ന് എന്ന് പറഞ്ഞതുപോലെ അമേരിക്ക ഒരു പ്രഭവ കേന്ദ്രമായി സംഭവിക്കുന്ന പല കാര്യങ്ങളും കൊണ്ട് ലോകമാകമാനമുള്ള വിപണികളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതുപോലെയുള്ള വിലക്കയറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നത് വളരെ ശരിയാണ്. ഇനി നമ്മൾ സ്വർണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വർണം ഈ മാസം വീണ്ടും സർവ്വകാല റെക്കോർഡ് തിരുത്തിയിരിക്കുന്നു. ഓരോ ദിവസവും ഇങ്ങനെ റെക്കോർഡ് തിരുത്തി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് പവന് കൂടിയത് 560 രൂപയാണ്. ഗ്രാമിന് 70 രൂപയും കൂടി. ഇന്ന് പവന്റെ വില 81,600 രൂപയാണ്. അപ്പോൾ ഒരു പവൻ സ്വർണത്തിന്റെ വില 81,600 എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ 3% GSTയും മിനിമം 5 to 10% പണിക്കൂലിയും കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആഭരണമായി ഇത് വാങ്ങാൻ സാധിക്കൂ. ഉദാഹരണമായിട്ട് ഒരു സ്വർണ്ണമാലയോ വളയോ ഒരു പവന്റെ വാങ്ങിക്കണമെങ്കിൽ 92,000 രൂപയിലേറെ കൊടുക്കണം. അങ്ങനെ സ്വർണം ഇപ്പോൾ 1 ലക്ഷം രൂപ പവൻ എന്ന നിലയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ലാഭമെടുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണവില കൂടുമ്പോൾ ഈ സ്വർണ്ണ നിക്ഷേപകരൊക്കെ സ്വർണം കൂടുതൽ വിറ്റഴിക്കുന്നു. അതുകൊണ്ട് ചെറിയൊരു വിലക്കയറ്റം കഴിഞ്ഞ ദിവസം ഉണ്ടായെങ്കിലും ഈ വിലക്കയറ്റം കൂടാനാണ് സാധ്യത. ഇതിന് പല കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ മാസം 17-ാം തീയതി വരാനിരിക്കുന്ന ഫെഡറൽ റിസർവിന്റെ ധനനയ പ്രഖ്യാപനം. പലിശ നിരക്ക് അവർ കുറയ്ക്കാനുള്ള ഒരു സാധ്യത ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് മാറി കൂടുതൽ സ്വർണം സുരക്ഷിതമാണ് എന്ന് കരുതി നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുന്നു. ഇതാണ് ഒരു കാരണം. മറ്റൊന്ന്, ജെയിംസ് സാർ പറഞ്ഞതുപോലെ ആഗോള ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികൾ വല്ലാതെ ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഡോളറിന്റെ കരുത്ത് കുറയുന്നതാണ്. കഴിഞ്ഞ ദിവസം റെക്കോർഡ് ലോയിലാണ് രൂപ ക്ലോസ് ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ വ്യാപാര ആരംഭത്തിൽ 5 പൈസ നേട്ടത്തിലാണ് രൂപ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ഒരു ഡോളറിന് നമ്മൾ 88 രൂപ 40 പൈസ മാത്രം കൊടുത്താൽ മതിയാകും. ഇനി സ്വർണത്തിന്റെ ഒരു ട്രാൻസാക്ഷൻ നോക്കിയാൽ ഈ മാസം വെറും 12 ദിവസത്തിനുള്ളിൽ ഒരു പവൻ സ്വർണത്തിന് കൂടിയത് 3,960 രൂപയാണ്. അതായത് വെറും 12 ദിവസം ഒരു പവൻ സ്വർണത്തിന് ഏകദേശം 4,000 രൂപയോളം വർധന വരുന്ന ഒരു അവസ്ഥ. ഇനി കഴിഞ്ഞ വർഷം ഇതേ ദിവസം സെപ്റ്റംബർ 12, 2024 എന്തായിരുന്നു ഒരു പവൻ സ്വർണ്ണവില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം 27,960 രൂപയാണ്. 53,640 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസം പവന്റെ വില. ഈ വർഷമാകുമ്പോഴേക്കും 27,960 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം. അപ്പോൾ ഈ വില ഇതിങ്ങനെ കയറി പോകാനൊരു സാധ്യതയാണ്. ഇനി ഒരു തിരിച്ചിറക്കം ഇല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്.